May I come in, sir? Yes, come in. Take your seat. Thank you, sir. ചാർജ് എടുത്തല്ലോ. എത്തു, സർ. മിസ്റ്റർ വിജയരാജ്, DIGയുടെ സ്പെഷ്യൽ താല്പര്യത്തിലാണ് നിങ്ങളെ ഇങ്ങോട്ട് മാറ്റിയിരിക്കുന്നത്. യു ആർ യങ്. ഇതൊരു ചലഞ്ചായി എടുക്കണം. സർ, ഈ നഗരത്തിൽ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങളിൽ സർക്കാരിന് ഉത്കണ്ഠയുണ്ട്. ഡിപ്പാർട്ട്മെന്റിന്റെ കഴിവുകേട് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്നാണ് പത്രങ്ങളും പൊതുജനങ്ങളും പറയുന്നത്. കേസ് ഡയറി ഞാൻ പരിശോധിച്ചു. എല്ലാ കൊലകളും ഒരേ രീതിയിലാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൊലപാതകി ഒരാൾ തന്നെ ആകാനാണ് സാധ്യത. മിസ്റ്റർ വിജയരാജ്, മറ്റൊരു പ്രത്യേകത, പ്രതി തന്മയത്വമായി നടത്തിയിരിക്കുന്ന ഓരോ കൊലയും പോലീസിന് തെളിവൊന്നും കിട്ടാത്ത വിധത്തിലാണ്. വളരെ പ്ലാൻ ചെയ്താണ് ഡെഡ് ബോഡി സംഭവ സ്ഥലത്തൊന്നും പ്രതി മാറ്റുന്നത്. യുവതികളാണ് കൊലപാതകിയുടെ ഇര. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൊലപാതകി തന്റെ ഇരയുമായി ശാരീരിക ബന്ധം പുലർത്തിയതായി ഒരു തെളിവുമില്ല. അടിച്ചമർത്തപ്പെട്ട ലൈംഗിക വൈകൃതമുള്ള ഒരാളായിരിക്കണം കൊലപാതകി എന്ന് തെളിയുന്നുണ്ട്. അതുകൊണ്ട് സമൂഹത്തിൽ മാന്യനായി ജീവിക്കുന്ന ഏതോ ഒരാളായിരിക്കണം ഇതിന്റെ പിന്നിലെന്ന് ഞാൻ സംശയിക്കുന്നു. നിങ്ങളുടെ കഴിവിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഒരു ദിവസം മുൻപെങ്കിലും പ്രതിയെ നമുക്ക് അറസ്റ്റ് ചെയ്യണം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു, സർ. सुहानी रात डल चुकी, ना जाने तुम कब होगे नजारे. अरे भाई, अरे विनोद भाई, अरे भाई, कള്ള പഹരെ എവിടെ പോയി കിടക്കുക? अरे दोस्त, अरे विनोद भाई, कहाँ गए हो? എവിടെ പോയി ഇവിടെ കാണുന്നില്ലല്ലോ. അരേ ഭായ്, വിനോദ് ഭായ്, രാവിലെ തന്നെ ഏത് ഗുദാം പോയി കിടക്കാണ് പടച്ചോമ്പരാനിത്. അരേ ഭായ്, അരേ ഭായ്, വിനോദ് ഭായ്, ഇന്റെ അള്ളതാ പോണം. എന്താ ശബ്ദം? അല്ല, കുടിവെള്ളത്തിന് ബലം കൊടുക്കേണ്ട ഇക്കാലത്ത് ഇവിടെ ഇതാ വെറുതെ വെള്ളം വിടണം. എന്തൊരു വൃത്തിയാടാണ് കാണിക്കുന്നത്. അങ്ങനെ ബലം പരീക്ഷിക്കണ്ട. നോക്കി മൊന്ത പോയി. അത് രക്ഷപ്പെടി ഉണ്ടല്ലോ. അല്ല, ആരാ അസീസ്? എപ്പോ വന്നു? അതോ, നമ്മൾ വന്നിട്ട് ഒരുപാട് വർഷമായി. 40-45 കൊല്ലായി മോനെ. തുക്കമല്ലി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ മോനെ. ഇന്ന് 1-ാം തീയതി നിനക്ക് ഓർമ്മയുണ്ടോ? മരുമേ? ഓ, മനസ്സിലായി. വാടക പിരിക്കാൻ വന്നതായിരിക്കും. അതേ കുട്ടി, കിരായി ലേനേക്കേ നമ്മൾ വാടകയ്ക്ക് വന്നാണ്. ഇന്റെ മോനെ കാര്യം ചെയ്യും. പടച്ചമ്പുരാന് വിചാരിച്ച് ആ കായിട്ട് കളിപ്പിക്കാണ്ട് ആ പാടം കൊണ്ടുവന്ന്. എന്താണ് മോനെ? എന്നാലേ ഈ മാസം മുതൽ വാടക തരുന്നില്ല. എല്ലാ മാസവും കൃത്യമായിട്ട് വാടക തരുന്നതാ ഞാൻ ചെയ്ത തെറ്റ്. മുത്ത അബീബേ, ബാങ്ക് ലോൺ ഉള്ളതാ. അത് അടച്ചിട്ടില്ലെങ്കിൽ ആ പഹര് അങ്ങനെ എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോകും. സംജയ് കൊണ്ടുപോട്ടെ. ഇതൊന്ന് വൈറ്റ് വാഷ് തരാൻ പറഞ്ഞിട്ട് കാലം എത്രയായി? വൈറ്റ് വാഷ് ഒക്കെ ചെയ്ത് തരാൻ എനിക്കൊരു കാര്യം ചെയ്യും. ആ ബാടക്കായി കളിപ്പിക്കാനും കൊടുത്താ. റിപ്പയർ ചെയ്ത് കഴിയട്ടെ, എന്നിട്ട് നോക്കാം. എത്തി നമ്മളെത്തി. എന്റെ വയ്യക്കാരനാ മാണ്ടല്ലേ?
അടുത്ത മാസവും വാടക ചോദിച്ച് വരുന്നതിന് മുമ്പ് റിപ്പയർ തന്നില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. ആ കാര്യം നമ്മൾ ഏച്ച് അസീസ്ക്ക് ബാക്ക് പറഞ്ഞ അത് ബാക്കാണ് വാതാ അങ്ങോട്ട് വാ. വരട്ടെ? ആ, നല്ല പോണം കേട്ടെ വിടുമ്പോ സൂക്ഷിക്കണേ. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഹലോ മൈ ഡിയർ ബോയ്, വെൽക്കം വെൽക്കം. കം ഓൺ സിറ്റ് ഡൗൺ. എപ്പോ നോക്കിയാലും മേനോൻ അങ്കിൾ ഭയങ്കര റീഡിങ്ങിലാണല്ലോ. അല്ലാതെ ടൈം പാസിങ്ങിന് മറ്റെന്ത് വഴി? ഞാൻ കാനഡയിലായിരുന്നപ്പോ ക്ലാസ് ഇല്ലാത്ത സമയത്തൊക്കെ യൂണിവേഴ്സിറ്റി ലൈബ്രറിയിൽ ചെന്നിരുന്ന് വായന തന്നെയായിരുന്നു മുഖ്യ ജോലി. ആ, ഇത് കമ്പ്യൂട്ടർ സയൻസിനെ കുറിച്ചുള്ള ഒരു പുതിയ എഡിഷനാണ്. വിനോദ് വേണേ കൊണ്ടുപോയിക്കോളൂ, വായിച്ചിട്ട് തന്നാ മതി. അയ്യോ അങ്കിൾ, ഈ തടിച്ച പുസ്തകങ്ങൾ കാണുമ്പോഴേ എനിക്ക് ഉറക്കം വരും. ആ, കാനഡ അങ്കിൾ അസുഖപ്പെന്നുണ്ട്. എന്തസുഖം? പറഞ്ഞു പറഞ്ഞ് നിങ്ങളൊക്കെ കൂടി എന്നെ രോഗിയാക്കി മാറ്റുകയാണോ? പേരിന്റെ കൂടെ രണ്ടുപേര് ഡിഗ്രിയുള്ള ഡോക്ടർമാർ പറയുന്ന ഏത് വിഡിത്തവും ഈ മെഡിക്കൽ റെപ്രസെന്റേറ്റീവുകൾക്ക് വേദവാക്യാണല്ലോ. എനിക്കറിയാം എന്റെ ഹാർട്ടിന് യാതൊരു കംപ്ലൈന്റും ഇല്ലെന്ന്. പിന്നെ ചെറിയ തോതിൽ ഗ്യാസിന്റെ വിഷമുണ്ട്. അതിന് രാവിലെ ചില എക്സസൈസുകളൊക്കെ ചെയ്യുന്നുണ്ട്, അത് മതി. അയ്യോ, ഈ ഡാഡിയോട് തർക്കിക്കാൻ ആർക്കും പറ്റില്ല വിനുവേട്ടാ. ഇങ്ങനൊരു പിടിവാശി. വാശിയുടെ കാര്യത്തിൽ എന്റെ മോളെന്താ മോശമാണോ? ഓ പിന്നെ എനിക്ക് ഓഫീസിൽ പോകാൻ സമയായി. ദാ ഈ മരുന്ന് കഴിക്കൂ. ഷടാ, ഈ പെണ്ണിനെ കൂടിയാ തോറ്റു. മോർണിംഗ് ടു നൈറ്റ് 4-5 പ്രാവശ്യമായി 10-70 ഗുളികകൾ ദിവസേന വിഴുങ്ങണം. ആ, ആ, വാ തുറക്ക് ഡാഡി. ആ, ആ. വിനോദിനെ അറിയാമോ? കാനഡയിൽ വെച്ച് ഇവളുടെ അമ്മ മരിച്ചേ പിന്നെ ഓ, തുടങ്ങി ഈ ഡാഡിയുടെ ഓരോ കന്നഡ വിശേഷം. ഇതൊക്കെ 100 വട്ടം ഡാഡി വിനോദിനടുത്ത് പറഞ്ഞിട്ടുള്ളതാ. ചുമ്മാ വെറുതെ അധികം സംസാരിക്കണ്ട. കണ്ടോ വിനോദ്, ഇവളുടെ ഒരു ഭരണം ശരിക്കും മിലിറ്ററി റൂള് തന്നെ. പിന്നെ ഡാഡി, ഉച്ചയൂണ് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഓഫീസിൽ പോവുക. ഓ, ഞാൻ ആലോചിക്കായിരുന്നു വിനുവേട്ടന്റെ ബൈക്കിന്റെ പുറകിലിരുന്ന് ഈ ലോകം മുഴുവൻ ചുറ്റിക്കാണാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന്. നീ കൂടെ ഉള്ളതുകൊണ്ട് ബൈക്ക് ഇല്ലാതെ തന്നെ ഞാൻ ആകെ ചുറ്റുന്നുണ്ടല്ലോ. തമാശ പറഞ്ഞപ്പോഴേക്കും ഗൗരവമല്ല. ചിലപ്പോ എനിക്ക് തോന്നും വിനുവേട്ടന് ഞാനൊരു ഭാരമാവുന്നെന്ന്. ശരിയാണ്, നീ എനിക്കൊരു ഭാരം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിച്ചു തരാം. കൊന്നുതരാമെന്നല്ലേ? അതെ, കൊന്നുതരാം. ചേച്ചി ഭയങ്കര ബിസിയില്ല. കൺസൾട്ടിങ്ങിനിടയിൽ റെപ്രസെന്റേറ്റീവിനെ കാണാൻ നേരം ഉണ്ടാവും തോന്നില്ല. ഒന്ന് പോടി പെണ്ണെ. ഈ മരുന്ന് തുടർച്ചയായി 10 ദിവസം കഴിച്ചിട്ട് വന്ന് വിവരം പറയണം. ശരി ഡോക്ടർ. കൺസൾട്ടിംഗ് ഒക്കെ കഴിഞ്ഞു ചേച്ചി? കഴിഞ്ഞതല്ല, കഴിച്ചതാണ്. ചേച്ചി എന്നോടൊരു കാര്യം പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാർഡിയോളജിസ്റ്റ് ചെറിയാനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന്. മറന്നുവല്ലേ? സോറി വിനോദ്, മറന്നതല്ല. രാവിലെ തുടങ്ങിയതാ ഇതേ ഇരിപ്പ്. സമയം കഴിഞ്ഞു വന്നാലും രോഗികളെ നോക്കാൻ പറ്റില്ലെന്ന് പറയാൻ കഴിയില്ലല്ലോ. ആ വിനോദ്, ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ഡോക്ടർ ചെറിയനെ ചെന്ന് കണ്ടോളൂ. ഞാൻ ഫോണിൽ പറഞ്ഞേക്കാം. ഓക്കെ ചേച്ചി, താങ്ക്. ഓ, ഭയങ്കര വിശപ്പ്. ഇതുവരെ ഒന്നും കഴിച്ചില്ല. വിനോദ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാണോ? കഴിച്ചതാണ്. എന്നാൽ ഇവിടുത്തെ ഒരു പങ്കപ്പ് എനിക്കുണ്ടല്ലോ. വാചകം അടിക്കണ്ട. കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും വരൂ. ആ, നല്ല പാർട്ടിയാ നീ. ഞാൻ വരുമ്പോഴേക്കാണ് തുടങ്ങിയല്ലേ? ചേച്ചി ഇപ്പൊ തന്നെ വൈകി. ഇനി വിനുവേട്ടന്റെ ലാത്തിയോടെ കഴിയുമ്പോ ഉച്ചകൊണ്ട് സമയാവും. വിശന്നപ്പോ ഞാനങ്ങ് തുടങ്ങി. മിടുക്കി. മേശ എന്നാ ഞാനും ഇങ്ങനെ തന്നെയാ. കൂടെ ഉള്ളവർ കഴിച്ചില്ലെങ്കിലും സ്വന്തം കാര്യം സിന്ദാബാദ്.
അതാണ് എന്റെ പ്രമാണം. ആ ചേച്ചി, ചേച്ചി നിന്നും ചേട്ടന്റെ കത്ത് വരാറില്ലേ? ഉണ്ട്. കോഴ്സ് കഴിഞ്ഞ് അടുത്തന്നെ തിരിച്ചെത്തും. എന്ന് വെച്ചാൽ 2 കൊല്ലത്തെ ചേച്ചിയുടെ വിരഹത്തിന് വിരാമം ഇടാൻ പോകുന്നു. ഓ, ഒരു ദിവസം മുമ്പേ അദ്ദേഹം തിരിച്ചെത്തിയാൽ മതിയായിരുന്നു. ഹയർ സ്റ്റഡീസിന് പോകണമെന്ന് കേട്ടപ്പോ ഞാൻ എത്ര സന്തോഷിച്ചു. പോയി കഴിഞ്ഞപ്പോഴാ തനിച്ചുള്ള ജീവിതത്തിന്റെ വിരസത മനസ്സിലാവുന്നത്. ആ, ഞാനിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വരാൻ അല്പം വൈകും. അയ്യോ ചേച്ചി, എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയാ. കണ്ടില്ലേ, പത്രത്തിലെ കൊലപാതക വാർത്തകളൊക്കെ വായിച്ച് പെണ്ണ് പേടിച്ചിരിക്കുക. ഇവളുടെ നടത്തവും പത്രാസവും ഒക്കെ എന്നാ തോന്നും ആളൊരു ധൈര്യശാലിയാണ്. നിന്നെ ഞാൻ ഇന്ന് വിനോദിന്റെ വീട് ഇതാണോ? പൊട്ടനാണോ ഇയാള്? ആരോടൊപ്പം ഒരാളോട് ചോദിക്കാൻ? വിനോദിന്റെ വീട് ഇതാണോ? ഓ, നീ ഇവനോട് എങ്ങനെ പറഞ്ഞൊന്ന് മനസ്സിലാക്ക. കൈമ പിടിക്കരുത്, തരുവേ കൈമിനോട്. നമ്മളെ പൊട്ടനാക്ക. അപ്പൊ പൊട്ടനല്ലേ? പൊട്ടനന്റെ പാപ്പയാണ്. ആ, വിനോദിന്റെ വീട് ഇതല്ലേ? അല്ല, പിന്നെ ആരുടെ വീടാ? ഇത് ഞമ്മള് വീടാ. ഞമ്മൾ അതിന്റെ ഓണർ. ഞമ്മൾ വിനോദിന് പാലം കൊടുത്ത. അപ്പൊ പിന്നെ എനിക്ക് സുഖായി. പാഞ്ഞു വലിക്കരുത്. കയറുന്നു. ഇതെവിടെ പെണ്ണ് കെട്ടിക്കുന്നു? ഇന്ന് അറേ കൂടാൻ വന്ന. ഞാൻ പെണ്ണ് കെട്ടിയില്ല. പിന്നെ ഞമ്മളെ പെണ്ണ് കെട്ടി. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഞാനിപ്പോ പോവാ. ആരാണ് കൂടെ ക്ഷണിച്ചത്? ഈ പെട്ടിക്കകത്ത് വളരെ വിലപിടിപ്പുള്ള സാധനങ്ങളുണ്ട്. എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ട നിന്നെ കമ്പി എണ്ണിപ്പിക്കും. സെൻട്രൽ ജയിൽ വളരെ അകലല്ലാട്ടാ. അപ്പൊ അറിയാം നിനക്ക് പൊട്ടനാരോ പൊട്ടനല്ലേ എന്നുള്ളത്. എന്താ ഞാൻ ഇവിടെ അടക്കള പണിക്ക് വന്നതാ. കുത്തിയേട്ടവനെ. ഇത് നല്ല കനുണ്ടല്ലോ. ഇതിനകത്ത് ബോംബ് വെച്ചുണ്ടോ? പകൻ പറഞ്ഞ് ശരിയാണല്ലോ. രാവിലെ തന്നെ ഓരോന്ന് കേറി പോലും. കുളിമുറിയിലെ പൈപ്പ് നമ്മൾ ശരിയാക്കി. അതിന് ഈ പ്ലംബറും കിമ്പറൊന്നും വേണ്ട. ഇനി ഈ ബാതിൽ കുറച്ച് ഇക്കുമത്ത് പണിയുണ്ട്. അതും കൂടി ഇപ്പൊ നമ്മൾ ശരിയാക്കി തരാം. അത് ശരി. അപ്പൊ സ്വയം തൊഴിൽ കണ്ടെത്തൽ പരിപാടി അല്ലേ? എന്ത് തൊഴില് കണ്ടാലും എത്തിയാലും ഈ ദുനിയാവിന്റെ ഒരു ഭാഗത്ത് ഞമ്മക്കും ജീവിക്കണ്ട ബായ്. ഈ വീട് വൈറ്റ് വാഷ് ചെയ്യാതെ 10 പൈസ വാടക ഇനത്ത് എന്റെ കയ്യിൽ നിന്ന് കിട്ടില്ല അസീസുക്ക. അടുത്ത 1-ാം തീയതി മോൻ വാടക തരും. 2-ാം തീയതി ഞമ്മൾ വൈറ്റ് വാഷ് ചെയ്യും. ഇത് കുറെ നാളായി പറഞ്ഞു തുടങ്ങിയിട്ട്. പ്രൊഫസർ മുരുകദാസ്, ഫാമിസ്റ്റ്, കോടീശ്വർ റാവു തെരുവ്, മദ്രാസ് 47. ആരുടെ പെട്ടി? ഈ ആമുക്കാണ് അന്വേഷിപ്പ് ഇവിടെ വന്നത്. അങ്ങോട്ട് പോയി. എന്നിട്ട് ആളവിടെ പോയി? അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ആരാണോ ചോദിക്കുന്നത്? ഹലോ ഹലോ, നീ ആരാടാ തൂക്കം കെടുത്തത്? ശോമ്പേരി. നിങ്ങൾ ആരാണ്? ഞാൻ ആരാണേലും ഉനക്കനടാ ശോമ്പേരി. നീ എനിക്കിട്ട് ഇടി വാങ്ങുവേ. ഓ, ഹൗസ് ഓണർ കള്ളൻ കള്ളൻ. തൊപ്പി അടിച്ച് തെറിപ്പിക്കുക, എല്ലാവർക്കും അറിയില്ല. തലയെ കെട്ടും. എടാ പറ കില്ലാടി, ഈ എങ്ങനെയാ ഈ ഔത്ത് വന്ന് ഓടെടുത്ത് ഇറങ്ങിയോ? എന്താണ്? നിനക്ക് നേരത്തെ ഞാൻ 2 തരം വിചാരിച്ചു. അപ്പൊ എനിക്ക് കൈ ഉണ്ടായില്ല. വിനോദേ, നിനക്കെന്നെ മനസ്സിലായില്ലേ? ഇല്ല. നീനെ കെട്ടിപ്പിടിച്ചേ. കെട്ടിപ്പിടിക്ക്. ഇപ്പൊ നിനക്ക് നല്ല ഒഴിവുണ്ടല്ലോ. കെട്ടിപ്പിടിക്ക്. സൂക്ഷിച്ചു നോക്ക്. നിന്റെ വീടിന്റെ വടക്കയില് പലഹാരം ഉണ്ടാക്കണ ഒരു അമ്മാമ്മ ഉണ്ടായിരുന്നില്ലേ? ആ അമ്മാമ്മയുടെ മോനെ ഞാൻ. എന്നിട്ട് മനസ്സിലായില്ലേ? തെങ്ങേറ്റക്കാരൻ മാണിക്കിന്റെ കൂടെ ഒരു ജാനകി ഒളിച്ചോടി പോയില്ലേ? അവളോ ആങ്ങളാ? ഞമ്മളെ കണക്കൂട്ട് തെറ്റിയില്ല. നല്ല പാരമ്പര്യം. അപ്പോ നമ്മുടെ ശങ്കരേട്ടന്റെ 2ാമത്തെ മകൻ അപ്പുക്കുട്ടൻ. അപ്പുക്കുട്ടൻ ഇപ്പൊ മുരുദാസ്. അല്ല, നീ ഇതൊരു എവിടെയായിരുന്നു? ജയിലില് നീ. ഞാൻ മദ്രാസിലായിരുന്നു. പാമ്പിസ്ട്രേ. പാമ്പിന് പിടുത്തം. ഫുട്പാത്തിന്റെ വാപ്പ. ഗൈനക്കോളജിസ്റ്റ്. കൈനോട്ടം. ഫുട്പാത്ത്. ഫുട്പാത്തിൽ നിന്ന് കൈരേഖോട്ടം. എന്ത് അടിച്ചെന്നെ എന്തൊരു തൊന്തരവാണ് പറച്ചമ്പുരാനെ. എന്തിനാ
ഒളിച്ചോടി പോയ പാവം ജാനകിയുടെ ആങ്ങളെ ഞാൻ എന്നെ നിനക്ക് ശരിക്കും അറിയില്ല കേട്ടോ എന്തോ ഒരു ഗതികേടാണിത്. അന്നാണ് ഇതിന് പെട്രോൾ പറഞ്ഞ് തീ കൊടുത്തിട്ട് നമ്മൾ ചാവും. ഹലോ രഞ്ജിത്ത്, ഹലോ, എന്താ താഴെ തന്നെ നിന്നുള്ളത്? മുകളിലേക്ക് വരുന്നില്ലേ? നീ ഉണ്ടോന്ന് പറഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചാ. 3-4 ദിവസം എവിടെയായിരുന്നു? ഇവിടെ വന്ന സമയത്തൊക്കെ മുറി ലോക്കായിരുന്നു. ഞാനൊരു യാത്ര പോയി. ഒരു പരസ്യ കമ്പനിയുടെ കോൺട്രാക്ട് ഒരാഴ്ചക്കുള്ളിൽ തീർത്തു കൊടുക്കണം. അപ്പൊ നീ എന്നാലും നീ മുകളിലേക്ക് വാ. വരുന്നു.